കഴിഞ്ഞ ദിവസം സംഗീത സ്വർണലിംഗം ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിച്ചുവെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ പലതരത്തിലുള്ള കഥകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അപ്പോഴും ഒരു വിഭാഗം തലപുകഞ്ഞ ആലോചനയിലാണ്. ഇത്രയേറെ അപമാനിതയായിട്ടും ചതിക്കപ്പെട്ടിട്ടും സംഗീത എന്തുകൊണ്ട് വിവാഹമോചനം വേണ്ടെന്ന് തീരുമാനിച്ചു എന്നതാണ് പലരെയും കുഴപ്പിക്കുന്നത്. 5 വർഷത്തിലേറെയായി നടന്റെ വിവാഹേതര ബന്ധം കാരണം അകൽച്ചയിലാണ് സംഗീത. മാതാപിതാക്കൾക്കൊപ്പം ലണ്ടനിലേക്ക് താമസം മാറുകയും ചെയ്തു. എന്നാൽ സംഗീത ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തതിനു പിന്നിൽ ശക്തമായ ലക്ഷ്യമുണ്ടെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത്. വിവാഹമോചനം സംഭവിച്ചാൽ തൃഷയുമായുള്ള വിജയുടെ വിവാഹം നടന്നേക്കും. എന്നാൽ സംഗീത വിവാഹമോചനം നൽകാത്ത പക്ഷം തൃഷയെ നിയമപരമായി ഭാര്യയെ സ്വീകരിക്കാൻ വിജയ്ക്ക് സാധിക്കില്ല. എന്നാൽ എല്ലാം വേണ്ടെന്ന് വെച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ സംഗീതയ്ക്കൊപ്പം ജീവിക്കാമെന്ന് കരുതിയാൽ അതിനും വിജയ്ക്ക് പറ്റില്ല. പക്ഷേ ഡിവോഴ്സ് നടക്കാത്തതിനാൽ മരണം വരെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ഭാര്യ സംഗീത മാത്രമായിരിക്കും. തൃഷയ്ക്ക് അപ്പോഴും ഹോം ബ്രേക്കർ ടാഗ് മാത്രമേ സമൂഹത്തിലുണ്ടാകൂ. അതിനാലാണ് സംഗീത വിജയ്ക്ക് ചെക്ക് വെച്ച് വിവാഹമോചനം വേണ്ടെന്ന് തീരുമാനിച്ചതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അതേസമയം മറ്റൊരു നറേഷനും വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സെൽഫ് റെസ്പെക്ട് മാറ്റിവെച്ച് സംഗീത വിജയെ സ്വീകരിക്കുന്നത് കുടുംബത്തിന്റെ പ്രതിച്ഛായ കാക്കാനും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണെന്നും തമിഴ് കുടുംബങ്ങളിലെ സ്ഥിരം കാഴ്ചയാണിതെന്നുമാണ് വേറെ ചിലർ പറയുന്നത്. ഭർത്താവ് ചതിച്ചാലും മറ്റു കുടുംബാംഗങ്ങൾ നിർബന്ധിക്കുമ്പോൾ ഇരയായ ഭാര്യ എല്ലാം മറന്ന് വീണ്ടും അയാളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് മുന്നോട്ട് ജീവിക്കുമെന്നും അതാകും സംഗീതയ്ക്ക് സംഭവിച്ചതെന്നും ചിലർ കുറിച്ചു. വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ ഇടപെട്ടതിനാലാണ് സംഗീത നിയമപരമായി നീങ്ങാതെ കേസ് പിൻവലിച്ചതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴാണ് സംഗീത വിവാഹമോചന ഹർജി ചെങ്കൽപ്പേട്ട് കോടതിയിൽ ഫയൽ ചെയ്തത്. വിജയ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നോ മുഖ്യമന്ത്രി ആകുമെന്നോ കരുതി കാണില്ലെന്നും എല്ലാം വിപരീതമായി സംഭവിച്ചപ്പോൾ മനസ്സുമാറി സംഗീത തിരികെ വന്നതാകുമെന്നും കുറിച്ചവരുമുണ്ട്. ഇതൊക്കെ ഒരു ഡ്രാമയാണ്. ഇലക്ഷൻ കഴിയും വരെ അണ്ണൻ ഇപ്പൊ മുഖ്യനല്ലേ, മുഖ്യന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കാര്യമാണോ? കേസ് പിൻവലിക്കുന്നത് ജോയിന്റ് പെറ്റീഷൻ രണ്ടുപേരും ചേർന്ന് നൽകുന്നതിനായി കൂടെ? എങ്കിൽ പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വരില്ല. ഒരുമിച്ച് ചേർന്ന് പോകാൻ കഴിയാത്തത് കൊണ്ട് വേർപിരിയുന്നു എന്ന് മാത്രമേ അപേക്ഷയിൽ നൽകേണ്ടതുള്ളൂ. പരസ്പരം ചെളിവാരി എറിയേണ്ട കാര്യമില്ല. അങ്ങനെയുമാകാം. വിജയ്ക്ക് സംസ്ഥാനം ഭരിക്കുന്ന പദവി കിട്ടിയപ്പോൾ ഭാര്യയ്ക്കും പോവണ്ടെന്നായി, പേരുമാറ്റിയ മകനും പോകണ്ട എന്നിങ്ങനെയും കമന്റുമുണ്ട്. സംഗീതയായും പുറത്തുവച്ച് സെറ്റിൽമെന്റ് നടത്താൻ വിജയ് തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ലണ്ടനിൽ നിന്നും വീഡിയോ കോൾ വഴിയാണ് സംഗീത കോടതിയിൽ തന്റെ ഭാഗം അവതരിപ്പിച്ചത്. വിജയ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് സംഗീത ചെങ്കൽപ്പട്ട് കോടതിയിൽ വിവാഹമോചന ഹർജി നൽകിയത്. മറ്റൊരു സ്ത്രീയുമായി വിജയ്ക്ക് അടുപ്പമുണ്ടെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഹർജി. കോടതി 3 തവണ കേസ് പരിഗണിച്ചെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. എന്താണെങ്കിലും ഇവർ വീണ്ടും ഒന്നിക്കുകയാണോ അതോ ഇനി സെറ്റിൽമെന്റ് ആണോ എന്ന ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. തന്നെ വിജയ് പൂർണ്ണമായി അവഗണിച്ചെന്നും ബന്ധത്തിൽ നിന്ന് പിന്മാറാമെന്ന് ഉറപ്പ് തന്നിട്ടും ബന്ധം തുടർന്നെന്നും സംഗീത ആരോപിച്ചിട്ടുണ്ട്. പിന്നാലെ ഈ നടി തൃഷയാണെന്ന വാദം വന്നു. അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് വിജയും തൃഷയും ഒന്നിച്ച് ക്യാമറകൾക്ക് മുന്നിലെത്താൻ തുടങ്ങി. വിജയ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ സംഗീത എത്തിയില്ല. എന്നാൽ അന്ന് തൃഷ എത്തിയത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ സംഗീതയുമായി സംസാരിച്ചെന്നും അങ്ങനെയാണ് ഇപ്പോൾ ഈ തീരുമാനങ്ങൾ മാറിയതെന്നും ഇതിനി എന്താകുമെന്ന് കണ്ടറിയാമെന്നുമാണ് ആരാധകർ പറയുന്നത്.